മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കുന്നതിൽ എതിർപ്പ് നിലനിൽക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രിയായി PC വിശ്വനാഥിനെ പരിഗണിക്കുകയാണ്. അതേസമയം സ്പീക്കർ സ്ഥാനം വേണ്ടെന്നും മന്ത്രിസ്ഥാനത്തിനായി പിടിമുറുക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കുക PC വിഷ്ണുനാഥുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദ്യം എത്തിയിരുന്നു. പിന്നീട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തെ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഒപ്പം ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ എത്രത്തോളം എതിർപ്പ് മുന്നണിക്കുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തവുമാണ്. KP പട്ടികകളെല്ലാം മാറി മറിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ നിർദ്ദേശിച്ച പേരുകളിൽ നിന്നും അവിടെ നിന്നുമെല്ലാം പേരുകൾ മാറി മറിയുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ ചാണ്ടി ഉമ്മനെ നിർദ്ദേശിച്ചെങ്കിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേര് ആ പട്ടികയിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കുമെന്നൊരു ആക്കം എന്ന തരത്തിൽ ആയിരുന്നു പ്രചരിച്ചതെങ്കിൽ അവിടെയും മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന നിലപാടിലേക്ക് തിരുവഞ്ചൂർ എത്തുന്നു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് മന്ത്രിസ്ഥാനം മതി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് തിരുവഞ്ചൂർ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. കാരണം സ്പീക്കർ സ്ഥാനം നൽകി തന്നെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരുവഞ്ചൂർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മന്ത്രിസ്ഥാനത്തിലേക്ക് ഉറച്ച്, അതായത് സ്പീക്കർ സ്ഥാനം വേണ്ട, മന്ത്രിസ്ഥാനം മതി എന്ന നിലപാടിലേക്ക് ഉറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതോടൊപ്പം തന്നെ മറ്റ് പേര് വിവരങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ സമവായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ആ സമവായത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പൂർണ്ണ പട്ടിക പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ 21 അംഗ മന്ത്രിമാരുടെ പേരുവിവരങ്ങൾ ലോക്ഭവനിലേക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ പൂർണ്ണമായ ഒരു പേരുകളിലേക്ക് എത്തും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും ചെറിയ ചെറിയ കല്ലുകടികൾ അവിടെങ്ങളിൽ ഇപ്പോൾ നേടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ നമുക്കറിയാം ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എപ്രകാരമാണോ ഉണ്ടായിരുന്നത് അപ്രകാരം തന്നെ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരു സമന്വയത്തിലെ വക്കിലേക്ക് നിലവിൽ എത്തുന്നത് മാത്രമേ ഉള്ളൂ. ഈ മന്ത്രിമാരുടെ പേരുവിവരങ്ങൾ നേരത്തെ നിശ്ചയിച്ചു നിന്നും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പലരുടെയും പേരുവിവരങ്ങൾ നേരത്തെ നിശ്ചയിച്ച പട്ടികയിൽ നിന്നെല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. VT ബൽറാം ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വരും എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടിയാണ് ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ളത്. KP, മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുകയാണ്. കീറാമുട്ടിയായി പ്രശ്നം മാറുകയാണ്. അപ്പം ഘടകകക്ഷികൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ, സമവായ നീക്കങ്ങൾ തന്നെയാണ് തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.